ശ്രീ റെജി ലൂക്കോസ്, അങ്ങ് നേരത്തെ പറഞ്ഞു മനു തോമസ് ഒരു അറിയപ്പെടാത്ത മനുഷ്യനാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. മനു തോമസ് ഈ പാർട്ടിയുടെ ഭാഗമായി നിന്ന്, അതിന്റെ തിരുത്തൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി നിന്ന്, അദ്ദേഹം നിരന്തരം ഇത്തരം റാലികളുടെ ഭാഗമായി നിന്ന്, ഡിവൈഎഫ്ഐ ഇതിന്റെ ഭാഗമായി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആളുകളെ എന്തെങ്കിലും ഒരു ചുവന്ന തലയെക്കെട്ട് തലയിൽ എവിടെ നിന്നെങ്കിലും കെട്ടിവെച്ചുകൊണ്ട് പാർട്ടിയുടേതെന്ന് ഔദ്യോഗിക വക്താക്കളെന്ന ചായം തേച്ചുകൊണ്ട് നിൽക്കുന്നവരല്ല. യഥാർത്ഥത്തിൽ പാർട്ടി വക്താക്കൾ എന്ന് കൃത്യമായി ആളുകളെ ബോധിപ്പിച്ച് മുന്നോട്ട് പോയ ഒരു സംഘത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആരും അറിയപ്പെടാതെ പോകുന്ന ഒരാളായി നിങ്ങൾക്ക് ഇപ്പോൾ മാറുന്നത് എന്നതൊരു ചോദ്യമാണ്. പിന്നെ നേരത്തെ അദ്ദേഹം തന്നെ ചോദിച്ചു, എനിക്ക് ഇലക്ഷൻ്റെ സമയത്ത് ഇത് ചെയ്യാമായിരുന്നല്ലോ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അക്കരപ്പച്ച തേടി പോകുന്ന ഒരാളുടെ ചാപ്പ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുത്താമായിരുന്നു. പാനൂർ ബോംബ് സ്ഫോടനം, അതിനുശേഷം ഈ പറയുന്ന അശ്ലീല പരാമർശങ്ങളുടെ പേരിലുള്ള വലിയ വിവാദം, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂർ രാഷ്ട്രീയത്തെ കലുഷിതമാക്കിയത്. അതിനിടയിൽ മനു തോമസ് ഇതൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ആരും കേൾക്കാതെ പോകുമായിരുന്നു. അതല്ല, അതിനുശേഷമാണ് അങ്ങനെ ഒരാളുടെ ഉദ്ദേശശുദ്ധിയാണ് നിങ്ങൾ ഇങ്ങനെ താറടിച്ചു കാണിക്കുന്നത്. അല്ല, അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. കാരണം അത് വളരെ ബുദ്ധിപൂർവ്വം BJP ആയിട്ട് ചേർന്നുള്ളൊരു തിരക്കഥയാണെന്നുള്ളവരും BJP യുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അത് വളരെ ക്ലിയറായി കഴിഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് 2.5 മാസം ദീർഘമായുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 മാസം അടുത്താകുന്നേ ഉള്ളൂ. ആ തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് മുമ്പുള്ളൊരു കാലയളവായിരുന്നുവെങ്കിൽ ഈ കണ്ണൂർ മാത്രം ഒതുങ്ങിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ള ഈ മനു തോമസിൻ്റെ വാക്കുകൾക്ക് മാതൃക പോലും ഒരു പ്രാധാന്യം കൊടുക്കുകയില്ല. ഒരു സംശയമില്ല. അതിലൊക്കെ എത്രയോ ബ്രേക്കിംഗ് വാർത്തകൾ നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. മാതൃഭൂമി ചാനലിനല്ല ഒരു വലതുപക്ഷ മാധ്യമങ്ങളും CPM-നെ താറടിക്കാനായിട്ട് മാത്രം വാർത്തകൾ ചമയ്ക്കുന്ന ഒരു മാധ്യമവും ഈ മനു തോമസിൻ്റെ വാക്കിന് യാതൊരു പ്രാധാന്യം കൊടുക്കുകയില്ല. അങ്ങനെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 വർഷത്തിൽ പ്രയോഗിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മാതൃഭൂമിക്ക് വലത ഇടത എന്ന ചാപ്പ് കുത്തേണ്ടതില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഞാനൊരു കോമൺ പെർസ്പെക്റ്റീവ് പറഞ്ഞത് അത് ഒരു കാര്യം ബോധ്യമായില്ലേ? അല്ല, അത് ജനത്തിന് അറിയാമല്ലോ. ഏത് ജനത്തിനാണ് അറിയാവുന്നത്? എത്ര ജനം അങ്ങയോട് വന്ന് പറഞ്ഞിട്ടുണ്ട്? എത്ര ജനം അങ്ങയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമി ഒരു വലതുപക്ഷ മാധ്യമമാണെന്ന്? അല്ല മാധു, ഞാൻ മാതൃഭൂമിനെ പിൻ പോയിന്റ് ചെയ്തല്ല പറഞ്ഞത്. മാധു എന്തിനാ അതേ കയറി പിടിക്കുന്നത്? CPM-നെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റുന്ന വാർത്തകൾ ചമയ്ക്കുന്ന മാധ്യമം എന്ന് പറഞ്ഞത് മാതൃഭൂമി ഉൾപ്പെടെ. മാതൃഭൂമി അങ്ങനെ കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ മനു തോമസിന്റെ വാർത്ത ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നുവെങ്കിൽ അതേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മാതൃഭൂമി പോലും അത് മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. തെറ്റിദ്ധാരണയാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ലല്ല, ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട എന്തു വാർത്ത ഏതു കോണിൽ നിന്ന് വന്നാലും അതിന് പ്രയോറിറ്റി കൂടുതലാണ്. അതൊരു അങ്ങേക്ക് മാധ്യമങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി ഒരു പക്ഷേ ധാരണ കുറവായതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല, ഈ പറയുന്ന പ്രതികരണങ്ങൾ ഇലക്ഷൻ കാലത്തായിരുന്നെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ വിവാദമായിരുന്നേനെ. BJP-യും അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ BJP-ക്കും കോൺഗ്രസിനും അതിൽ രാഷ്ട്രീയമായ താല്പര്യം ഉണ്ടായേനെ. ഇത് വലിയ വാർത്തയും വലിയ വിവാദവുമായി ഡെവലപ്പ് ചെയ്തേനെ. അത് തെറ്റായ ധാരണയാണ്. അത് മാധു വാദിക്കാൻ വേണ്ടി വാദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊക്കെ ഒരു ഫുൾ ടൈം മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഒരു മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ പോളിസിയെ പറ്റി എന്റെ തെറ്റായ ധാരണ, അങ്ങയുടേത് ശരിയായ ധാരണ, അത് അങ്ങനെ നിൽക്കട്ടെ, പറഞ്ഞോളൂ. അല്ല മാധു, ഞാൻ ഈ എഡിറ്റോറിയൽ പോളിസിയെ കുറിച്ച് ഒരു അക്ഷരം പോലും വിട്ടിട്ടില്ല. മാധു എന്തിനാ പറയാത്ത കാര്യങ്ങൾ പറയണേ? എത്ര നാളായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഞാൻ പറഞ്ഞത് എന്താണ്, മാധു കേട്ടത് എന്താണ്? ഒരു ചാനലിൻ്റെയോ അല്ലെങ്കിൽ മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ പോളിസി ആയിട്ടൊന്നും ഞാനൊരു വിദൂരമായി പോലും ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. മാധുവിനെ മനസ്സിലായില്ലേ ഈ ചർച്ചയിൽ ഈ മനുഷ്യൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളതും മാധുവിന് വളരെ വ്യക്തമായില്ലേ? അത് ഓൺ ചെയ്തിരിക്കുന്ന BJP-യുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, അത് വളരെ കൃത്യമല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, 15 മാസമായിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഇതേ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയോ പരാതികൾ പാർട്ടി ആൾക്കാർ ചർച്ചകളിലൂടെയും പരാതിയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എത്രയോ ലക്ഷക്കണക്കിന് മനു തോമസുമാരുള്ള ഒരു പാർട്ടിയാണിത്. അതിലൊരു മനു തോമസ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം ചെറുതായിട്ട് കാണത്തില്ല. അദ്ദേഹം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അദ്ദേഹം DC ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോഴാണ് അദ്ദേഹം പാർട്ടി അംഗത്തെ പുതുക്കാതെ കണ്ട് അദ്ദേഹം മറ്റു ലക്ഷ്യത്തോടു കൂടി നിശബ്ദനായി പോയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വലിയ രീതിയിലുള്ള ബിഗ് ബ്രേക്കിംഗ് ഒന്നുമില്ല. കൃത്യമായിട്ട് അദ്ദേഹം ഒരു മാധ്യമത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാണ്. എന്നിട്ട് പറഞ്ഞത് എന്താ? അതാണ് ഏറ്റവും വിചിത്രം. കേരളത്തിൽ ഇപ്പോൾ മാധുവിന് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ചൊടിച്ചില്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയ ശത്രുക്കൾ പോലും P. ജയരാജൻ സഖാവിനെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചോ ഒരു സാമ്പത്തിക ആരോപണം ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം അതിനകത്ത് കൂട്ടിയിണക്കിയത് അറിയാം.
അദ്ദേഹം കൂട്ടിയിണക്കിയത് 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ CPM നിന്ന് പുറത്താക്കിയ അർജുൻ ആയങ്കിയെ പോലുള്ള 2 പേരെയാണ് അദ്ദേഹം കൂട്ടിയിണക്കിയത്. അവരുമായിട്ട് കള്ളക്കടത്തിൽ ഞാൻ തന്നെ മനു തോമസിനോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. പി ജയരാജനെതിരെ അത്തരം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ ബോധ്യത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളാണ്. അത് അങ്ങ് പറഞ്ഞതുപോലെ പുറത്തു നിന്നുള്ളവരോ രാഷ്ട്രീയ ശത്രുക്കളോ പറയുന്നത് പോലെ ആയില്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല. ആളുകൾ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്നത്, അത് കുറെ കാലം മിണ്ടാതിരുന്നു എന്നുള്ളത് കൊണ്ട് അത് അന്യവൽക്കരിക്കപ്പെടുകയോ കേൾക്കാതെ പോവുകയോ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങ് പറയുന്ന പോലെ ആരുമല്ലാത്ത ഒരു പാർട്ടി അംഗത്വം പേരിന് മാത്രമുള്ള ഒരു നേതാവൊന്നുമല്ല മനു തോമസ്. പാർട്ടി ഘടകത്തിൽ കൃത്യമായ ബന്ധങ്ങളുള്ള, പാർട്ടിയിൽ ഇത്രയും നാൾ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ച ഭാരവാഹി പറയുന്നതാണ്. അത് കേൾക്കും ജനം, അത് ചർച്ച ചെയ്യും, അതിൽ സംസാരമുണ്ടാകും എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല.